വർഷങ്ങളായി ശമ്പളം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് പാലക്കാട് തൃത്താലയിൽ ക്ഷേത്രപൂജാരിയും ജീവനക്കാരും അമ്പലം അടച്ചിട്ട സമരം തുടങ്ങി. മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള തൃത്താല യജ്ഞേശ്വരം ക്ഷേത്രത്തിലാണ് പൂജാരിയുടെ സമരം. ദേവനെ നിത്യേന പൂജിക്കുന്നതാണ് ജോലിയെങ്കിലും ശമ്പളം കിട്ടിയില്ലെങ്കിൽ അമ്പലമായാലും അടച്ചിട്ട് പ്രതിഷേധിക്കുക തന്നെ വേണമെന്നാണ് തൃത്താല യജ്ഞേശ്വരം ക്ഷേത്രത്തിലെ പൂജാരി പ്രമോദിന്റെ നിലപാട്. പ്രമോദ് മാത്രമല്ല, ക്ഷേത്രത്തിലെ കഴകക്കാരും കീഴ്ശാന്തിയും ഉൾപ്പെടെ 5 പേരാണ് സമരത്തിലുള്ളത്. 1500ഓളം വർഷം പഴക്കമുണ്ടെന്ന് വിശ്വസിക്കുന്ന യജ്ഞേശ്വരം ക്ഷേത്രം ഇപ്പോൾ മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ്. എന്നാൽ 2012 ഡിസംബർ മുതലുള്ള ശമ്പളവും 2 വർഷത്തെ ഉത്സവബത്തയും ഇവിടുത്തെ പൂജാരിക്കുൾപ്പെടെ നൽകാനുണ്ട്. ക്ഷേത്രത്തിൽ നടത്തിയ ഓഡിറ്റിൽ മാനേജറുടെ ഭാഗത്ത് പിഴവുകൾ കണ്ടെത്തിയെന്ന കാരണത്തിലാണ് പൂജാരിക്കുൾപ്പെടെയുള്ള ശമ്പളം അധികൃതർ തടഞ്ഞുവെച്ചിട്ടുള്ളത്. ഇത്രയും കാലം ശമ്പളമില്ലാതെ നിത്യപൂജ നടത്തിയെങ്കിലും സഹികെട്ടാണ് അമ്പലം അടച്ചിട്ടതെന്ന് പൂജാരി പ്രമോദ് പറയുന്നു. അതിന് തീരുമാനമായിക്കോട്ടെ, കമ്മീഷണറെയും പ്രസിഡന്റിനൊക്കെ കണ്ട് വിവരം പറഞ്ഞിട്ടുണ്ട്. അയാളെ ഉദ്യോഗസ്ഥനെ മാറ്റിത്തരാമെന്നും പറഞ്ഞിരുന്നു. അത് മാറ്റിയിട്ട് പുതിയ ഉദ്യോഗസ്ഥൻ വന്നതിന് ശേഷം തുറക്കാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. 2006 മുതൽ ക്ഷേത്രത്തിലുള്ള ജീവനക്കാർക്ക് മറ്റൊരു ഇരുട്ടടിയും കിട്ടി. നിത്യേന ഒരു പൂജ മാത്രമുള്ള ക്ഷേത്രത്തിൽ 2 പൂജയുണ്ടെന്ന് കരുതിയാണ് ശമ്പളം തന്നതെന്നും അതുകൊണ്ട് മുൻപ് കിട്ടിയ ശമ്പളത്തിന്റെ പകുതി തിരിച്ചടയ്ക്കണമെന്നും ആവശ്യപ്പെട്ട് ദേവസ്വം ബോർഡ് ജീവനക്കാർക്ക് കത്തയച്ചിരിക്കുകയാണ്. ക്ഷേത്രത്തിൽ നിന്നും കിട്ടുന്ന തുച്ഛമായ വരുമാനമായിരുന്നു ഇവരുടെയെല്ലാം ജീവിതമാർഗം. കിട്ടിയ ശമ്പളത്തിന്റെ പകുതി തിരിച്ചടയ്ക്കണമെന്നുകൂടി വന്നതോടെ പൂജ നിർത്തി കൂലിപ്പണിക്ക് പോകേണ്ട അവസ്ഥയിലായി പൂജാരിയും കഴകക്കാരും. റിപ്പോർട്ടർ, പാലക്കാട്.